ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു യുവ ഗായകനെ കുറിച്ചാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു യുവ ഗായകനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വേറെ ആരുമല്ല, സത്യം പറഞ്ഞ ജനഹൃദയങ്ങളിൽ പുള്ളിക്കാരൻ ഇടം നേടിയ തന്നെ സ്റ്റേജ് ഷോകളിലൂടെയാണെന്ന് പറയാം. കാരണം സ്റ്റേജ് ഷോകളിൽ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജനമനസ്സുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു റാപ്പ് സിംഗറിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ആളെ മനസ്സ് ഒരേ സ്ഥലത്തിൽ എല്ലാവരും പറയുന്നുണ്ട്. അതെ, റാപ്പർ വേടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കുഞ്ഞു മനസ്സുകൾ പോലും റാപ്പറിന്റെ എല്ലാ സോങ്ങുകളും കാര്യങ്ങളും വേടന്റെ എല്ലാ സോങ്ങും ആസ്വദിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ്, കുഞ്ഞു കുട്ടികളൊക്കെ വേടന്റെ ഒരുപാട് സോങ്ങുകളും കാര്യങ്ങളും ഒക്കെ പാടുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പം വേടന്റെ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഞാനിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. കാരണം വേടന്റെ വീട്ടുകാർക്കാണെങ്കിലും അതുപോലെ തന്നെ വേടനെ സ്നേഹിക്കുന്നവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഒരേപോലെ വേടൻ എന്ന വ്യക്തിയിൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം ഉണ്ടായിരിക്കുകയാണ്. ഇത് പങ്കുവച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കോഫി വിത്ത് അരുൺ എന്ന റിപ്പോർട്ടർ TV ചാനലിലെ ഒരു പ്രോഗ്രാമിലാണ് ഈ വിശേഷങ്ങളും കുറെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ വേടൻ പങ്കുവച്ചിരിക്കുന്നത്. അപ്പൊ സന്തോഷ വാർത്ത പറയുന്നതിന് മുന്നേ ഒരു സാഹചര്യം കൂടെ പറയാം അല്ലെ. വേടൻ പറയുമായിരുന്നു അത്രേ, സ്കൂൾ കാലഘട്ടത്തിൽ ആ സൗഹൃദങ്ങളോട് പറയുമായിരുന്നു, കൂട്ടുകാരോട് പങ്കുവെക്കുമായിരുന്നു എന്ന്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെങ്കിലും എന്നെ കുറിച്ച് പഠിക്കാൻ വരുമെന്ന് തമാശയ്ക്ക് പറയുമായിരുന്നു. ജസ്റ്റ് ഒരു തമാശ മാത്രമായിരുന്നു അത്. പക്ഷെ ദൈവം അത് കേട്ടു കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കേട്ടു കാണുമെന്നല്ല, ഉറപ്പായിട്ടും കേട്ടു കാണും. പക്ഷെ ഒരു 10 മടങ്ങ് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലല്ല വന്നിരിക്കുന്നത്. 1 മടങ്ങ് കൂടുതൽ ദൈവം സന്തോഷം കൊടുത്തു എന്ന് വിചാരിക്കുന്നു. കോളേജിലെ, അതായത് കാലിക്കറ്റ് സർവകലാശാലയിലെ കുട്ടികൾക്ക് പഠിക്കാനായി പാഠപുസ്തകത്തിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും വേടൻ എന്ന വ്യക്തിക്കും അവരുടെ ഫാമിലിക്കും ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് പറയാം അല്ലെ. ഇനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും വേടൻ എന്ന വ്യക്തിയെ ഓർത്തിരിക്കാൻ ഇത് മാത്രം മതിയെന്ന് നമുക്ക് പറയാം. ഏറ്റവും സന്തോഷമായ നിമിഷമാണ്. ആ പരിപാടിയിൽ തന്നെ വേടൻ നമ്മുടെ പ്രസിദ്ധ നടനും അതുപോലെ തന്നെ ഇപ്പം രാഷ്ട്രീയമൊക്കെ ആയിട്ട് നടക്കുന്ന നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം സുരേഷ് ഗോപിനെ കുറിച്ചൊരു വിവാദം കൂടെ നടത്തിയിട്ടുണ്ട് കേട്ടോ. സുരേഷ് ഗോപി നേരത്തെ സംസാരിച്ച ഒരു വാക്കിൽ തന്നെയാണ് വിമർശനം നടത്തിയിരിക്കുന്നത്. ഒരു വിധത്തിൽ അത് വേടൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം സത്യമാണ്, നമ്മൾ ഇനി എത്ര ജന്മങ്ങൾ നമുക്ക് പുനർജന്മങ്ങൾ ഉണ്ടെങ്കിലും അതൊരു ജാതിയുടെ പേരിൽ പുനർജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സുരേഷ് ഗോപി തന്നെ ആയിരിക്കാം അല്ലെ. അങ്ങനെ ഒരു പുനർജന്മം ആവശ്യമുണ്ടോ? നമ്മൾ ജാതിയുടെ പേരിൽ അറിയപ്പെടേണ്ട കാര്യമില്ലല്ലോ. വേറെ സാഹചര്യങ്ങളും അറിയായിരുന്നു, ഓരോരുത്തവരുടെ ഓരോ പേഴ്സണാലിറ്റി അല്ലേ. പക്ഷെ അത് കുറച്ച് നല്ലതായിരുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് വേടന്റെ ആ സന്തോഷ വാർത്തയിലേക്ക് നമുക്ക് ആദ്യം പോകാം. അതുപോലെ തന്നെ വേടൻ എന്ന പേര് എങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള കുറേ വിവാദങ്ങളിലും കാര്യങ്ങളിലും എല്ലാം വേടൻ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ആ സന്തോഷ വാർത്ത, ആ ന്യൂസ് ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല, എന്നാൽ എനിക്ക് വലിയ സന്തോഷമായി. കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഗാനം ഉൾപ്പെടുത്തിയതിനോട് പ്രതികരിച്ച് റാപ്പ് ഗായകൻ വേടൻ. റിപ്പോർട്ടർ ചാനലിലെ കോഫി വിത്ത് അരുൺ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വേടൻ. വിദ്യാർത്ഥികൾ നമ്മെക്കുറിച്ച് പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ വേടൻ പഠനം തുടരാൻ പറ്റാതിരുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ 4ാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണ്ട് ഞാൻ സുഹൃത്തുക്കളോട് പറയും, നിങ്ങൾ കണ്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ഒരു ദിവസം എന്നെക്കുറിച്ച് 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. എൻ്റെ ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നോട് പറയുന്നത്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല, എന്നാൽ എനിക്ക് ഇതിൽ വളരെയധികം സന്തോഷമായി. നമ്മളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ 10 വരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചു, എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് തുടരാൻ കഴിഞ്ഞില്ല എന്ന് വേടൻ പങ്കുവച്ചു. വേടൻ എന്ന പേരിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. എനിക്ക് വളരെ ചെറുപ്പത്തിൽ മുതൽ വേടൻ എന്ന പേരുണ്ട്. സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുക, മീൻ പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഞാൻ സ്കിൽഡാണ്. അങ്ങനെ നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങിയ പേരാണത്. സ്കൂൾ കാലത്ത് എൻ്റെ യഥാർത്ഥ പേര് ആർക്കും അറിയത്തില്ല. എല്ലാവരും വിളിച്ച് സ്കൂളുകളിൽ മുഴുവൻ എന്നെ വേടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതി പേര് മാറ്റാൻ തന്നെ ആലോചിച്ചിരുന്നു. പിന്നീട് വേടൻ മഹാസമാജം ഈ പേരുമായി ബന്ധപ്പെട്ട് കേസിന് പോയിരുന്നു. എന്നാൽ അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പരാതികൾ ഉന്നയിച്ചത് എന്നാണ് വേടൻ പറഞ്ഞത്. സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്നും വേടൻ പറയുന്നു. നമ്മൾ
നമ്മൾ നടത്തുന്നത് വ്യക്തികൾക്കെതിരായ പോരാട്ടമല്ല, സംഘടിതമായി നിലനിൽക്കുന്ന ചാതുർവർണ്ണയത്തിനെതിരായി സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞാൻ വേദികളിൽ കയറി തെറി വിളിക്കുന്നു, പാട്ടിലൂടെ തെറി വിളിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഞാൻ ഒരു വ്യക്തിയെ അല്ല തെറി വിളിക്കുന്നത്, ഞാൻ സിസ്റ്റത്തെയാണ് തെറി വിളിക്കുന്നത്. ഈ സിസ്റ്റം ഏറെ കാലങ്ങളുമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചാതുർവർണ്ണയത്തിന്റെ പേരിൽ കൃത്യമായി വിദ്യാഭ്യാസപരമായി, ജാതീയമായി, സാമൂഹ്യപരമായി അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വിസിബിളായി ജാതി പറയുന്നിടത്ത് വന്ന് ഇവിടെ ജാതിയുണ്ടോ വേണ്ട എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്ന് വേടൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ന്യൂസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരുപാട് സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് വേടൻ. അതോടെ ഈ ന്യൂസിൽ തന്നെയാണ് വേടൻ സുരേഷ് ഗോപി എന്ന നടനെ വിമർശിച്ചിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി എന്നാണ്, ബ്രാഹ്മണനാകാൻ കൊതിക്കുന്നവരുടെ നാടാണ് തൃശ്ശൂർ എന്നും പറഞ്ഞ് സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വേടൻ. പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട് എന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ജാതി നോക്കുന്ന ആളാണ്, വലിയ ജാതി, അങ്ങനെ ജാതി നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു സംസാരം ഒരുപാടായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പം നമുക്ക് പുള്ളിക്കാരൻ എന്താണ് പറയുന്നത്, അടുത്ത ജന്മത്തിൽ ഒരു തിരുവനന്തപുരത്ത് നടന്ന ഒരു യോഗക്ഷേമ സഭയുടെ ഒരു സമ്മേളനത്തിന് ഇടയിലാണ് ഈ ഒരു സംസാരം ഉണ്ടായത്, ഈ ഒരു സംസാരം ഉണ്ടായെന്ന് പറയാം. അടുത്ത ജന്മത്തിൽ പൂണൂലിടുന്ന ബ്രാഹ്മണനായി ജനിക്കണം എന്നാണ് തനിക്ക് ആഗ്രഹം എന്നാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു ജാതിയുടെ ഒരു തട്ട് മാത്രം പുള്ളിക്കാരൻ വേർതിരിച്ചു സംസാരിച്ചു എന്നതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അതിനെതിരെ വേടൻ പ്രതികരിച്ചിട്ടുമുണ്ട്. ആദ്യമേ നമുക്ക് സുരേഷ് ഗോപി സംസാരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് തന്ത്രിമുഖ്യനാവണം. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ്? എനിക്കത് മനസ്സിലാവും. പിറവിയാൽ ഇതാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ വേടൻ രംഗത്ത് വന്നിരിക്കുന്നത്. വേടൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി എന്നാണ് വേടൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരു ജാതിയുടെ മുന്നിലാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ജാതി അടിസ്ഥാനത്തിലാണോ നമ്മൾ മുന്നോട്ട് ഒരു ജീവിതം നയിക്കേണ്ടത് എന്ന് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് വേടൻ സംസാരിച്ച ആ ന്യൂസും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി, ബ്രാഹ്മണനാകാൻ കൊതിക്കുന്നവരുടെ നാട്, സുരേഷ് ഗോപിയെ വിമർശിച്ച് വേടൻ രംഗത്തു വന്നിരിക്കുകയാണ്. അടുത്ത ജന്മത്തിൽ തനിക്ക് പൂണൂലിടുന്ന ബ്രാഹ്മണനായി ജനിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ വിവാദ പ്രസ്താവന ഉണ്ടായത്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ സത്യം എന്താണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. അതിൽ വിശ്വാസവുമുണ്ട്. മരിച്ചു മണ്ണടിഞ്ഞ് ചാരമായതിനു ശേഷം അടുത്ത ജന്മത്തിൽ പൂണൂലിടുന്ന ബ്രാഹ്മണനായി ശബരിമലയിലെ തന്ത്രിമുഖ്യനാകണമെന്നായിരുന്നു ആഗ്രഹമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് റാപ്പർ വേടൻ. തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റുപറ്റിയെന്നും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ കൊതിക്കുന്നവരുടെ നാടാണിതുമെന്നുമാണ് വേടന്റെ പ്രതികരണം. തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റുപറ്റി, പേടിയും സഹതാപവുമാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിയത്. പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒന്നാണെന്ന് വേടൻ പറഞ്ഞു. ജാതി വ്യവസ്ഥ അനുസരിച്ചാണോ ഒരാൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതെന്നും വേടൻ കൂട്ടിച്ചേർത്തു. ഏതായാലും വേടന്റെ ഈ പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമന്റിൽ ഇടണം കേട്ടോ. ജാതി വ്യവസ്ഥയുടെ അനുസരിച്ച് ഒരു പുനർജന്മം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവരും കാണും, ആഗ്രഹിക്കുന്നവരും കാണും അല്ലേ? ഏതായാലും കമന്റ് ബോക്സിൽ കമന്റ് ഇടണേ.